നമസ്കാരം. പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട് ഭൂമി മാതാവിനോട് സർവചരാചരങ്ങളോട് അന്തരീക്ഷത്തോട് കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതാണ്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായി അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആകും. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വീണ്ടും സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ പൊതുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരും. Please start meditation. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ആർദ്രമായി വീണ്ടും ആത്മ സഹജമായ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ സിസ്റ്റത്തിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ള പദത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവായിട്ടുള്ള സയൻസസ് മാത്രമല്ല, സബ്ജക്റ്റീവായിട്ടുള്ള സയൻസസും അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതൊരു അവസാനമില്ലാത്ത ഒരു യാത്ര തന്നെയാണ്. നമ്മളതിനെ പരിമിതപ്പെടുത്തുന്നു. സയൻസ് എന്ന് പറയുമ്പോൾ ഒബ്സർവബിൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ലോകം എന്നുള്ള രീതിയിൽ ചുരുക്കുമ്പോൾ നമ്മൾ ശരിക്കും ശരിയാണോ ചെയ്യുന്നത് എന്നുള്ളത് ഇൻട്രോസ്പെക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ സബ്ജക്റ്റീവ് യാത്ര അത് ഒരു ഇൻഡിവിജ്വൽ തരത്തിലുള്ള എക്സ്പെരിമെൻ്റാണ്. ഇവിടെ എക്സ്പെരിമെൻ്റ് ഞാൻ തന്നെയാണ്. എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ എക്സ്പെരിമെൻ്റിൻ്റെ ഫീൽഡും ഞാൻ തന്നെയാണ്, എക്സ്പെരിമെൻ്റ് റിസൾട്ടും ഞാൻ തന്നെയാണ്, എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്വയം വിശകലനം ചെയ്ത് സ്വന്തം മാറ്റങ്ങൾ നിരീക്ഷിക്കണം. അവിടെയാണ് ഡയറി റൈറ്റിങ്ങിൻ്റെ പ്രാധാന്യം. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഈ യാത്രയിൽ പ്രാണൻ, എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. നമ്മുടെ ഈ ഒബ്സർവ്ഡ് യൂണിവേഴ്സിൽ നിന്നും സബ്ജക്റ്റീവ് യൂണിവേഴ്സിലേക്കുള്ള ട്രാൻസിഷൻ ഫേസ് ആയിട്ട് നമുക്ക് ഈ എനർജിൻ്റെ പല ലെവൽസിനെ കണക്കാക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ E=mc². മാറ്റർ ലൈറ്റിൻ്റെ വെലോസിറ്റി സ്ക്വയറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് എനർജിയായിട്ട് മാറും. അപ്പോൾ ഈ എനർജി വീണ്ടും സൂക്ഷ്മമായിട്ട് അതിനേക്കാൾ സൂക്ഷ്മമായിട്ട് ഭാഗങ്ങൾ ഉണ്ട്. ഈ എനർജി എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു വിൽ കൊണ്ടാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു വില്ലുണ്ട്. നമ്മൾ എവിടെ നോക്കിയാൽ ആ വില്ല് കാണാൻ സാധിക്കും.
ഒരു ചെടി വളരുമ്പോൾ, കാറ്റടിക്കുമ്പോൾ, വെള്ളം കൊടുക്കുമ്പോൾ, ഇതിനൊക്കെ പ്രേരകമായിട്ടുള്ളൊരു ശക്തി, ഒരു വില്ല് അവിടെ ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചത് എന്തോ ഒരു പ്രേരകമായിട്ട് വില്ല് അവിടെ. നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പുറപ്പെടുന്നു, അപ്പോൾ നമ്മുടെ വില്ലില്ലാത്ത ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ നമ്മുടെ ശക്തികൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആ വില്ല്. ഈ വില്ല് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അവിടെയാണ് നമ്മുടെ എനർജി റെഗുലേറ്റ് ചെയ്യണതിൻ്റെ പ്രാധാന്യം. പ്രാണായാമം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാണനാണ് നമ്മളിലൂടെ ഫ്ലോ ചെയ്യുന്നത്. എനർജി മാറ്ററാകുമ്പോൾ സംഭവങ്ങളായിട്ട് മാറും. എല്ലാം അവിടെ ഒഴുകുന്നത് പ്രാണനാണ്. പ്രപഞ്ചം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രാണൻ മാത്രം. ഈ പ്രാണൻ്റെ ഡീപ്പായിട്ടുള്ള ലെവൽസ് പ്രാണനുണ്ട്. ഇതൊരു സ്പെക്ട്രമാണ്, എനർജിയുടെ സ്പെക്ട്രമാണ്. അപ്പോൾ നമുക്ക് ഹയർ ലെവൽ ഓഫ് ഈ എനർജിയിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഹ്യൂമിലിറ്റി വേണം. നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. ഒരു ഉദാഹരണം എടുക്കാം. നമ്മളൊരു കാര്യം നല്ലോണം പഠിച്ചു, അത് എക്സാമിനേഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് എഴുതാൻ പോകുന്നു. അവിടെ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ പരിമിതപ്പെടും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആൻസർ അറിയില്ല എന്ന് ആലോചിച്ചു. അതോടുകൂടി മറ്റുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നല്ലോണം പാടുന്ന ഒരാൾ കച്ചേരിക്ക് സ്റ്റേജിൽ ഇരിക്കും, ടെൻഷനാണെങ്കിൽ കച്ചേരി വിജയിക്കില്ല. ശങ്കരാഭരണം എന്നുള്ള പ്രസിദ്ധമായിട്ടുണ്ട്. അതിൽ ശങ്കരശാസ്ത്രികൾ ഒരു പാട്ട് പാടുന്നു. ആ പാട്ട് പാടുന്നതിനിടയ്ക്ക് ഓഡിയൻസിൽ ഒരാൾ കസേര വലിക്കുക, അതുകൊണ്ട് പാട്ട് നിർത്തി അദ്ദേഹം പോകുന്നു. അപ്പോൾ നമ്മൾ വല്ലാണ്ട് അതിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ പരിമിതപ്പെടും. നേരെ മറിച്ചിട്ട് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ഓഡിയൻസിനെ, പ്രപഞ്ചത്തെ തന്നെ നോക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പൂർണ്ണതയെ പ്രകടിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രം. നമ്മൾ പ്രകൃതിക്ക് നോക്കിയാൽ തന്നെ ഒരു കുയിൽ പാടുമ്പോൾ മുമ്പിൽ ആരെയൊക്കെ ആലോചിക്കുന്നില്ല, ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പാടും. ഒരു പൂവ് വിടരുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഹിമാലയങ്ങളിൽ ചില പൂങ്കാവനങ്ങളുണ്ട്, നമ്മൾ കാണാത്ത പൂങ്കാവനങ്ങൾ. ഇപ്പം അടുത്ത് ഫോട്ടോഗ്രാഫ്സ് വരാം, ഇതുവരെ അത് പൂർത്തിരുന്നു, ആരും കാണാൻ പോയില്ല. പ്രകൃതിയുടെ ദൃശ്യങ്ങൾ ആരും കാണാൻ വേണ്ടിയിട്ടാണ്, അത് സ്വയം പ്രകടമാകാം. ആ മനുഷ്യനും ആ തരത്തിൽ തന്നെ. മനുഷ്യൻ തൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് മുമ്പിൽ ആൾ വേണം എന്ന ആവശ്യമില്ല, ആര് വേണമെന്ന ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് സ്നേഹത്തിൻ്റെ ആ പാത്രങ്ങളായിട്ട് മാറും. ആ സ്നേഹമാണ് ഈ എല്ലാ ഊർജങ്ങളുടെയും ഊർജമായിട്ട് വർത്തിക്കുന്നത്. സ്നേഹമില്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ പൂർണ്ണമാവില്ല. ആരെയാണ് സ്നേഹിക്കുന്നത്? എൻ്റെ ഉള്ളിലുള്ള ഹയസ്റ്റ് റിയാലിറ്റി, പൂർണ്ണതയെ ഞാൻ അത്രത്തോളം സ്നേഹിക്കും. അതാണ് എൻ്റെ ലക്ഷ്യം. അവിടേക്ക് ഉയരം. അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. അപ്പോൾ എൻ്റെ ഈ പരിമിതമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് എനിക്കത് പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഹ്യൂമിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഹ്യൂമിലിറ്റി കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സത്യസന്ധത വരുന്നു. ഞാൻ എൻ്റെ കഴിവുകൾ മാക്സിമൈസ് ചെയ്യും. ട്രൂത്ത്ഫുൾനെസ്, എൻ്റെ കഴിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കും. അറിയാത്ത കാര്യങ്ങൾക്ക് അറിയില്ല, അറിയുന്ന കാര്യങ്ങൾ അറിയില്ല. ഇത് ഹ്യൂമിലിറ്റിയുടെ ഭാഗമാണ്. ഡിസിപ്ലിൻ്റെ ആവും. എൻ്റെ ഉള്ളിലെ കഴിവുകളെ ഞാൻ വേണ്ട രീതിയിൽ, ആ ഒക്കേഷന് വേണ്ട രീതിയിൽ, ആവശ്യം രീതിയിൽ പ്രവർത്തിക്കും. ഇതിൻ്റെ എല്ലാം അടിയിൽ കമ്പാഷനോട് പ്രവർത്തിക്കും. കാരണം ഇത് ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ള ബോധം ഉള്ളത്. മനുഷ്യന് മാത്രമേ കമ്പാഷൻ ഉള്ളൂ, വേറെ ജീവജാലങ്ങൾ കമ്പാഷൻ ഉള്ളൂ. ഒരു മനുഷ്യന് മാത്രമേ വേറെ ആൾക്ക് സ്നേഹം നൽകാൻ സാധിക്കുള്ളൂ, ഒരാളെ ഉയർത്താൻ സാധിക്കുള്ളൂ. ഒരാൾക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ അടുത്തല്ലേ പോകും, മനുഷ്യനാണ് കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അത് ഉണ്ട്. അത് കൊടുക്കാൻ നമുക്ക് ആദ്യം വേണം ഡിസിപ്ലിൻ വേണം, കമ്പാഷൻ വേണം, സിൻസിയറിറ്റി വേണം, ട്രൂത്ത്ഫുൾനെസ് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നത്. നമ്മുടെ എക്സ്പ്രസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് യൂസ് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഇതെല്ലാം വേണം. കണ്ടൻമെൻറ്റ്, കാംനെസ്, കമ്പാഷൻ, അതുപോലെ തന്നെ കറേജ് വേണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ആത്മാർത്ഥത, ധൈര്യം, അതെല്ലാം കൂടാതെ ഡിസ്ക്രിമിനേഷൻ, ഡിസിപ്ലിനും ഡിസ്ക്രിമിനേഷൻ, ക്ലാരിറ്റി, ഞാൻ ചെയ്യേണ്ടതാണോ ചെയ്യുന്നത്, ചെയ്യേണ്ടാത്തതാണോ ചെയ്യുന്നത് എന്നുള്ള ബോധം കൊള്ളുക. അപ്പോൾ ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ ഒബ്ജക്റ്റീവ് യൂണിവേഴ്സിനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്, പേഴ്സണാലിറ്റി പ്രവർത്തിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ കൊണ്ടാണ് എന്ന് ന്യൂറോ സയൻസ് പറയും. ഇടത്തെ സൈഡിലെ ഹെമിസ്ഫിയർ. അവിടെയാണ് നമ്മൾ
നമ്മുടെ ഉള്ളിലുള്ള ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്ലോനെസ്സിന് ഒരു പേഴ്സണാലിറ്റിയോട് എക്സ്പ്രസ് ചെയ്യും. ഇപ്പോൾ സ്ട്രോക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സ്ട്രോക്ക് വന്നവർക്ക് റൈറ്റ് സൈഡ് മാത്രം ഡോമിനേറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് പേഴ്സണാലിറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. എല്ലാത്തിലും ഒരുമ കാണും. എ സ്ട്രോക്ക് അറ്റ് മിഡ് നൈറ്റ്, എ സ്ട്രോക്ക് ഓഫ് ഇൻസൈറ്റ് എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അത് വായിച്ചു നോക്കാം. അതിൽ ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത് ഒരു ലെഫ്റ്റ് സൈഡ് സ്ട്രോക്ക് വന്ന ന്യൂറോ സയൻറ്റിസ്റ്റ് അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യും. നേരെ വെച്ച് റൈറ്റ് സൈഡിൽ സ്ട്രോക്ക് വന്ന ആൾക്കാർ സ്രോതസ്സിലേക്ക് കണക്ഷൻ ലഭിക്കാതെ പേഴ്സണാലിറ്റി മാത്രം കൂടി ഈഗോ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. ഈഗോ കൂടുതൽ പ്രകടിപ്പിക്കുക, അതുവരെ അറിഞ്ഞ കാര്യങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കും, മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും ഇൻടാക്റ്റ് ആയിട്ടിരിക്കുമ്പോൾ റൈറ്റ് ഹെമിസ്ഫിയർ ലെഫ്റ്റ് ഹെമിസ്ഫിയർ കോർഡിനേഷൻ നമുക്ക് വരും. അത് നമുക്ക് ആക്റ്റീവായിട്ടിരിക്കുന്നത് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഈ തരത്തിൽ നമുക്ക് അൺഫോർച്ചുനേറ്റ് ആയിട്ട് അങ്ങനെ തോക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കും. നമ്മളിലേക്ക് ഒഴുകി വരുന്ന ആ ഫ്ലോ, പ്രാണൻ്റെ ഫ്ലോ, അത് റൈറ്റ് ഹെമിസ്ഫിയറിലൂടെ പോകുന്നത് ന്യൂറോളജി പറയും. നമ്മൾ തലച്ചോറിൻ്റെ വളരെ ചെറിയ ശതമാനം 5-8% ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയും. ബാക്കി 90-95% നമ്മൾ ഉപയോഗിക്കുന്നത്. ആ 95% എന്തിനാണ്? ആ ഒറിജിനൽ ഫ്ലോ നമ്മളിലേക്ക് ഒഴുകി വരുന്നത് ആ വഴിയാണ്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഓബ്ജക്റ്റീവ് യൂണിവേഴ്സിൽ, ആ ഓബ്ജക്റ്റീവ് യൂണിവേഴ്സിലേക്ക് സബ്ജക്റ്റീവ് തലത്തിൽ വരുന്ന ആ ഫ്ലോ, പല ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ്സിലൂടെ ഒഴുകി വരുന്ന ഫ്ലോ റൈറ്റ് ഹെമിസ്ഫിയറിലൂടെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കാൻ റിലാക്സ്ഡാണ്. ഇത് പ്രാണായാമത്തിൻ്റെ ഒരു ഭാഗം റിലാക്സേഷനാണ്. അതാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ വലത്തേ മൂക്ക് അടച്ചിട്ട് ഇടത്തേ മൂക്ക് കൊണ്ട് ശ്വസിക്കുക. ചന്ദ്രനാടി എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഉള്ളിലെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആകും. റിലാക്സേഷനാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് സർജറി ചെയ്യുക, റിലാക്സ്ഡ് ആയിട്ട് ഒരു പ്രസംഗത്തിന് പോവുക, പാട്ട് പാടുക, പരീക്ഷയ്ക്ക് പോവുക. നമ്മുടെ കഴിവുകൾ മാക്സിമൈസ് ആകുന്നത് കാണും. നമ്മുടെ അറിവുകളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഈ കൊല്ലം പഠിച്ചറിയില്ല, കുട്ടിക്കാലത്ത് പഠിച്ച എന്തെങ്കിലും കാര്യം ചിലപ്പോൾ ഓർമ്മ ആ സമയത്ത് എക്സാമ്പിൾസ് കോട്ട് ചെയ്യാൻ സാധിക്കും. കുട്ടികൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുന്ന കാര്യം നേരെ വെച്ചിട്ട് പ്രവർത്തിക്കും. നമ്മൾ റിലാക്സ് ആകാൻ പറ്റില്ല, ആക്ടിവേറ്റഡ് ആണ്. അപ്പോഴാണ് സിമ്പത്തറ്റിക് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. സിമ്പത്തറ്റിക് സിസ്റ്റം ഈ റിലാക്സേഷൻ്റെ ഡയറക്ഷനിൽ നമ്മൾ ഏകീകൃതമാണ്, യൂണിഫൈഡ് ആണ്. അവിടെയാണ് ഈ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ നമ്മളെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രണ്ട് ആസ്പെക്റ്റ് ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ഭൗതികമായിട്ട് ജീവിതത്തിൽ നിന്ന് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നത് അത് നേരത്തെ പറഞ്ഞാൽ ട്രൂത്ത്ഫുൾനെസ്സും കണ്ടന്റും സത്യസന്ധതയും ഡിസിപ്ലിനും ഡിസ്ക്രിമിനേഷനും എല്ലാം കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യം. അവിടെ നമ്മൾ ബില്ല്, നമ്മുടെ ഒരു ബില്ലുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ഒരു കാര്യം എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ള ആ ബോധം നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ബില്ല് ഉപയോഗിക്കുന്നതോറും നമ്മുടെ ബില്ല് കൂടുതൽ സൂക്ഷ്മമായിട്ട് വരും. അപ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആകുമ്പോൾ മുകളിൽ നിന്ന് ഫ്ലോ വരുന്നു. നമ്മൾ ബില്ല് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് കൂടുതൽ ഉയർന്ന അറിവുകളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നമ്മളെ ഉയർത്തുന്നത് എന്നുള്ളത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കും. പ്രാണായാമത്തിൽ നമ്മൾ ഇടിച്ചു കയറി പോകേണ്ടതല്ല, ഉയർന്ന ബോധതലത്തിൽ. അത് ഡേഞ്ചറസ് ആണ്. ഒരു കുട്ടിയുടെ കയ്യിൽ കത്തി കൊടുക്കുന്നുണ്ട്, കുട്ടി അതിന് വളർത്തുന്നു. അതുപോലെ നമ്മൾ ക്യാരക്ടർ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഈ ഹയർ ലെവൽസ് ഓഫ് കഴിവുകൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സ്വാർത്ഥതയോട് ഉപയോഗിക്കും. അത് നമ്മളെ തന്നെ ഡിസ്ട്രോയ് ചെയ്യും. അത് തീപ്പെട്ടിക്കുള്ളി വരയ്ക്കുമ്പോൾ തീപ്പെട്ടിക്കുള്ളിയുടെ ആർക്കത്തല്ല. അത് ഉപയോഗിക്കാൻ പുറകിൽ ഒരു വ്യക്തി യൂട്ടിലൈസ് ചെയ്യുന്ന ആൾ നല്ലതല്ലെങ്കിൽ ആ തീപ്പെട്ടി കത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ കത്തിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈ ഫ്ലോ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ വേണം. ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ വരൂ. നമ്മുടെ പരമോന്നത ലക്ഷ്യം വിസ്മരിക്കാൻ പാടില്ല. അതിനോട് കൂടെ ചെയ്യേണ്ടതാണ് ഈ ബ്രീത്തിങ് റെഗുലേഷൻ എന്നുള്ളത് തിരിച്ചറിയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും തുടരാം. നന്ദി, നമസ്കാരം.